ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിന്റെ നാലുകെട്ടും ബഹുഭാര്യത്വവും ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാണ്. ആദ്യം കെട്ടിനെ വിമർശിക്കുകയും കെട്ടുന്ന ആളുകളെ വളരെ മോശമായി പ്രതികരിക്കുകയും ചെയ്ത ആളുകളൊക്കെ ഒരുപക്ഷെ മൗനികളാകുന്നതോ പിന്നീട് പറഞ്ഞ അഭിപ്രായങ്ങളും നിലപാടുകളും ക്രമേണ മാറ്റി പറയുന്നതോ സർവ്വസാധാരണമായി നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്നു. കാരണം സ്വാർത്ഥതയാണ്. എല്ലാ മനുഷ്യനും സെൽഫിഷ്നെസ് ആണല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകും. ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ബഹുഭാര്യത്വത്തിനെതിരെ അവർക്ക് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. എല്ലാവർക്കും അവനവനെടുക്കുന്ന നിലപാടുകളിൽ ഒരുമിച്ച് ശക്തമായി നിൽക്കാൻ എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല. നമുക്കും അത് മനസ്സിലാകും. ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ഇസ്ലാമിനെ എതിർത്ത് ഇസ്ലാമിൻ്റെ ഇത്തരം ഗോത്ര ആചാര രീതികളെ വിമർശിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകുക എന്നത് അസാധ്യമാണ്. കാരണം ജോലി, മക്കളുടെ ഭാവി, താമസ സൗകര്യങ്ങൾ, സ്വതന്ത്രമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ, ഇതൊക്കെ കുടുംബം, സമൂഹം, മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും, സംശയമില്ല. ബുദ്ധിയുള്ള ആരും അപ്പണിക്ക് നിൽക്കാറുമില്ല സാധാരണ. കാരണം ഇസ്ലാമിലെ ബഹുഭാര്യത്വം, ഈ ഹിജാബ് വിഷയം, പിന്നെ മുത്തലാഖ്, ഇതിനെ ഒന്നും വിമർശിക്കാൻ അധികം ആളുകൾ രംഗത്ത് വരില്ല. പ്രത്യേകിച്ച് മതം ഒരു വില്ലനാണ്. ഈ മതത്തെ വിമർശിച്ച് അധിക നാൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അപാരമായ ഗഡ്സ് ഉള്ളവർക്കും നിലപാടുള്ളവർക്കും മാത്രമേ കഴിയൂ. കാരണം അതിൻ്റെ പേരിൽ കിട്ടുന്നതൊക്കെ നമുക്ക് നെഗറ്റീവ് എഫക്റ്റുകളായിരിക്കും. എക്സ്പീരിയൻസും അതെ. മക്കൾക്കാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ഭാവിയിൽ. പിന്നെ കുടുംബം, അതൊക്കെ ത്യജിക്കാൻ തയ്യാറായി സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമൊപ്പം നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിന്നാൽ നമ്മൾ വട്ടപൂജ്യമായി പോകും. നമുക്കൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായി പോകും. എന്നാൽ നാലുകെട്ടിനെ സംബന്ധിച്ച് ഇന്ന് അധികം ആളുകൾക്കും അറിയാം. മുമ്പൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാൻ അധികം ആളുകളൊന്നും തയ്യാറായി വന്നിരുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ ഇസ്ലാമിലെ പുരോഹിതന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവര് പറയുന്ന വസ്തുതകൾ. ഇപ്പോൾ പ്രസവ പലകയിൽ ഒരു പെണ്ണ് പ്രസവിക്കാൻ നിന്നാലും ശരി, അവളുടെ ഭർത്താവ് അയാളുടെ കാമപൂർത്തീകരണത്തിന് വിളിച്ചാൽ അവൾ പോകേണ്ടതാണെന്നും, തന്നെയുമല്ല ഞങ്ങൾക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് മദ്യപിക്കാൻ ആഗ്രഹമുണ്ട്, അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളത് ചെയ്യാത്തത് എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ പുരോഹിതന്മാരുടേതായിട്ടുണ്ട്. ഇന്നലെയുണ്ട് വേറൊരുത്തം വന്നിട്ട് ഞാൻ നബിയെ കണ്ടു എന്നും, നബി എൻ്റെ ഇവിടെ ഉമ്മ വെച്ചു, ഇവിടെ ഉമ്മ വെച്ചു, ഇവിടെ ഉമ്മ വെച്ചു, 3 ഏക്കർ സ്ഥലം 3 കോടി രൂപയും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ആളെ വിടാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. എനിക്ക് പിന്നെ ഓരോരുത്തരുടെയും സ്വകാര്യതകളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ താല്പര്യമില്ല. നമ്മൾ വസ്തുതകളെയും വിഷയങ്ങളെയും ആധാരമാക്കിയിട്ടാണ് വിമർശിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറി നിരന്തരം അവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുക, വേട്ടയാടുക, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇപ്പം എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അവർ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതിനും ഒരു മാന്യതയുണ്ട്. അത്തരത്തിൽ മാന്യമായി വിമർശിക്കുന്നവർക്കാണെങ്കിൽ മറുപടി പറയാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷെ അതല്ലാത്ത രൂപത്തിൽ അത്രയും തരം താഴാൻ പറ്റാത്തത് കൊണ്ടാണ് അധികം ആളുകൾക്ക് മറുപടിയുമായിട്ട് വരാത്തത്. എന്തായിരുന്നാലും നാലുകെട്ടിനെ ശക്തമായി വിമർശിച്ച് നമ്മുടെ TG ഉണ്ട് വക്കീല്. അതായത് ആണുങ്ങൾക്ക് 4 കല്യാണം കഴിക്കാം നിയമവിധേയമായിട്ട്. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ പാഴ്സികൾക്കോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബിഗാമി എന്ന കുറ്റം ചുമത്തി IPC 494 ഇഫ് ഐ റിമെമ്പർ കറക്റ്റ് കുറ്റകരം. പക്ഷേ മുസ്ലിങ്ങൾക്ക് 4 വരെ കല്യാണം കഴിക്കാം. ഇത് പലപ്പോഴും വലിയ തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ ഇടയാക്കാറുണ്ട്. രണ്ടാമതൊരു വഴക്ക് നടക്കുന്നത് ശരിയ കോടതികളെ പറ്റിയാണ്. നാട്ടിലെങ്കിലും ശരിയ കോടതികളുണ്ട്, അതൊരു സത്യമാണ്. അവർ ഒരുപാട് ഡിസ്പ്യൂട്ടുകളൊക്കെ തീർക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ശരിയ കോടതി മാത്രമല്ല, പണ്ടൊക്കെ ഡിസ്പ്യൂട്ട് തീർത്തുകൊണ്ടിരുന്നത് പഞ്ചായത്തായിരുന്നു. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മാന്യന്മാരൊക്കെ കൂടിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അതങ്ങ് പറഞ്ഞാൽ തീർക്കും, പെട്ടെന്ന് തന്നെ തീരും. അങ്ങനെ തീർന്നുകൊണ്ടിരുന്ന ഏർപ്പാടിനെയാണ് ബ്രിട്ടീഷുകാർ കോടതിയാക്കി മാറ്റി ഇപ്പോൾ വാദിയും പ്രതിയും വക്കീലും ജഡ്ജിയും ചത്തുപോയാൽ പോലും തീരാത്ത നീട്ടിവയ്പ്പും മാറ്റിവയ്പ്പുമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു. പണ്ടിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വേലുവിളി അല്ലെങ്കിൽ ഒരു ചെറിയ അഴിമതി കേസൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിൽ അങ്ങ് തീരും. വലിയ കൊലപാതകമൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട്
അത് ശരിയാ കോടതി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇതുകൂടാതെ കടൽ കോടതിയുണ്ട്. കടപ്പുറത്ത് അവർ കോടതി എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ഒരു ഡിസ്പ്യൂട്ട് സെറ്റിലിംഗ് മെക്കാനിസമാണിത്. തമിഴ്നാട്ടിൽ കട്ടപ്പഞ്ചായത്തുണ്ട്, ഉത്തരേന്ത്യയിൽ ഖാപ്പ് പഞ്ചായത്തുണ്ട്. ഇവർക്ക് വളരെ പെട്ടെന്ന് ഒരു കാര്യത്തിന് തീരുമാനമെടുക്കും. ഇന്ത്യ ടുഡേ TV-യിലോ അതോ NDTV-യിലോ മറ്റുമാണ് ഒരിക്കൽ ഖാപ്പ് പഞ്ചായത്തിനെ പറ്റി വലിയൊരു ചർച്ച നടന്നു. അതിൽ ഖാപ്പ് പഞ്ചായത്തിൽ പോയി ഡിസ്പ്യൂട്ട് തീർത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു 13 വർഷം ഞാൻ കോടതി കയറി ഇറങ്ങി, എനിക്കൊരു തീരുമാനം കിട്ടിയില്ല. ഒടുവിൽ ഞാൻ ഖാപ്പ് പഞ്ചായത്തിൽ പോയി പറഞ്ഞു. അവരന്ന് വൈകുന്നേരം തന്നെ ആ ഡിസ്പ്യൂട്ട് മറ്റേ ആളിനെ വിളിച്ചിട്ട് ഇവിടെ എന്താ ഇത് പോക്കുത്തരം കാണിക്കുന്നു, അല്ല അത് ഞാൻ ഒന്നും പറയണ്ട, എന്നെ മാതിരി ചെയ്യുന്നു പറഞ്ഞു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. അത് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആ അച്ഛൻ്റെ സ്വത്തിന് വീതം കിട്ടാനുള്ളതോ അങ്ങനെ എന്തോ സംഭവമാണ്. ആരെങ്കിലും മുതിർന്നവർ ഇടപെട്ടാൽ അങ്ങോട്ട് രണ്ട് പാത്രമാക്കാവുന്നേ ഉള്ളൂ. പറ്റ് ദാറ്റ് എക്സ്റ്റെൻറ്റ് ശരിയാ കോടതി എന്നുള്ള പേരിലോ അല്ലാതെയോ ആരെങ്കിലും എന്തെങ്കിലും ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോഴും നാട്ടിൽ പല ഡിസ്പ്യൂട്ടുകളും പറഞ്ഞ് സെറ്റിൽ ചെയ്യാറുണ്ട്. ഇല്ല, കാരണന്മാരൊക്കെ കൂടിയിട്ട് ആ കോടതിയാണോ താനാരാ കോടതി നടത്താൻ എന്നൊക്കെ ചോദിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചെയ്യുക. ഇതിൽ ഇസ്ലാമിനെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു ഔദ്യോഗികമായിട്ട്. ശരിയ കൗൺസിൽ, ശരിയ കോർട്ട്, എന്നിട്ട് സാധാരണ കോടതി ഇടപെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കാൻ തുടങ്ങി. ഈ പഞ്ചായത്ത് കോടതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കടൽ കോടതി, കട്ടപ്പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് രണ്ട് പാർട്ടികളും എഗ്രി ചെയ്താൽ നടക്കും. എഗ്രി ചെയ്തില്ലെങ്കിലോ പിന്നെ അത് സാധാരണ കോടതിയിൽ പോകും. അതവിടെ കിടക്കും. ഇതാണ്. എഗ്രി ചെയ്തില്ലെങ്കിലും ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോളണം എന്നുള്ള മട്ടിൽ, അനുസരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകും, സോഷ്യലി ബോയ്ക്കോട്ട് ചെയ്യും, പല രീതിയിൽ ഉപദ്രവിക്കും. ഇതൊന്നും ഈ പറഞ്ഞ പഞ്ചായത്ത് കോടതികൾക്കില്ല, പക്ഷേ ശരിയാ കൗൺസിലിനുണ്ട്. മെല്ലെ ഓരോ സ്ഥലത്തായിട്ട് ഇത് തലപൊക്കി വരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് തമിഴ്നാട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും, രണ്ടുപേരും മുസ്ലിങ്ങളാണ്. കല്യാണം കഴിഞ്ഞു, ഒരു കൊച്ചുമൊക്കെ ആയി. കൊച്ചായി കഴിഞ്ഞപ്പോൾ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചു. ഭാര്യ പറഞ്ഞു നടക്കുന്ന കേസല്ല. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഡോക്ടർമാരാണ് കേട്ടോ. ചിലർ ഡോക്ടർമാരൊന്നുമല്ല, നല്ല റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ, അപ്പോളോ ഹോസ്പിറ്റൽ പോലെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഭർത്താവ് വാദിക്കുന്നത് ഞാൻ ഈ കക്ഷിയെ ഇവളെ മൊഴി ചൊല്ലി, ഇവളെൻ്റെ പിന്നാലെ ഒന്നും പോകുന്നില്ല. ഭാര്യ പറയുന്നു ഇയാൾ എന്നെ മൊഴി ചൊല്ലിയിട്ടില്ല, 3 തലാക്ക് വേണമല്ലോ. അപ്പോൾ ട്രിപ്പിൾ തലാക്ക്, ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാക്ക് നിരോധിച്ചിരിക്കുകയാണ്. അത് കുറ്റകരവുമാണ്. അതായത് തലാക്ക് 3 തവണ ഒരുമിച്ച് പറഞ്ഞ ഭാര്യയെ ഒഴിവാക്കാമായിരുന്നു മുസ്ലിങ്ങളിലെ. അത് ക്രൂരതയാണെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏതായാലും അങ്ങനെ ആയിരുന്നു നിയമം. അത് സുപ്രീം കോടതി എടുത്ത് കളഞ്ഞിട്ട് അത് ആ ആക്ട് അങ്ങനെ മുത്തലാക്ക് ക്രിമിനലൈസ് ചെയ്ത് നിയമം പാസ്സാക്കാൻ പറഞ്ഞു. പലരും നരേന്ദ്രമോദിയുടെ അച്ചീവ്മെൻ്റ് ആയിട്ട് ഇത് കൊട്ടിഘോഷിക്കാറുണ്ട്. മറ്റു ചിലർ നരേന്ദ്രമോദി ചെയ്ത് ദ്രോഹമായിട്ടും പറയാറുണ്ട്. ഇത് രണ്ടും വാസ്തവമല്ല. ഇത് സുപ്രീം കോടതിയാണ് ചെയ്തത്. സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ ദേഷ്യം മൂത്ത് കഴിയുമ്പോൾ തലാക്കെന്നും 3 തവണ വാട്സാപ്പിൽ എഴുതി അയക്കുക, ഭാര്യ ഇറങ്ങിപ്പോക്കോളണം, ഈ പരിപാടി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അത് ഭരണഘടനാ വിരുദ്ധമാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ലെജിസ്ലേച്ചറിന് നിർദ്ദേശം കൊടുത്തു, യു ക്രിമിനലൈസ് ദിസ് ആക്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് 3 വർഷത്തെ ശിക്ഷ അത് ഇതെന്ന് പറഞ്ഞിട്ട് വകുപ്പ് എഴുതി ചേർത്ത് അങ്ങനെയാണ് മുത്തലാഖ് ശിക്ഷാർഹമാകുന്നത്. അതിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയ കോൺട്രിബ്യൂഷൻ നരേന്ദ്രമോദിക്കില്ല. അത് വെറുതെ അതിട്ട് തറക്കിക്കരുത്. എനിവേ, ഈ മനുഷ്യൻ, ഈ ഡോക്ടർ പറഞ്ഞു ഞാൻ 1, 2, 3 മാസം ഇടവിട്ടിട്ട് 3 തലാക്ക് ഇയാൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ കത്തായിട്ട് അയച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ബാധ്യത തീർന്നു. ഞാനിപ്പോൾ വരെ കല്യാണം കഴിച്ചു, എൻ്റെ പിന്നാലെ നീ പണ്ടാരെ ഒഴിവാക്കണം. ഇപ്പോൾ കീഴ്ക്കോടതി, അതായത് കുടുംബ കോടതി പിന്നെ ജില്ലാ കോടതി, ഈ 2 പേരും പറഞ്ഞു അത് പറ്റില്ല, നിങ്ങളുടെ തലാക്ക് ലീഗലി അംഗീകരിക്കാൻ പറ്റില്ല. 3ാമത്തെ തലാക്കിൻ്റെ കത്ത് ആ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഭാര്യ പറയുന്നത്. ഭാര്യയ്ക്ക് കിട്ടാത്തിടത്തോളം കാലം നിങ്ങൾ 3 തലാക്ക് ചൊല്ലിയിട്ടില്ല. അതിനാൽ നിങ്ങളുടെ 2ാം കല്യാണത്തിന് ഭാര്യയ്ക്ക് തടസ്സം നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ഭാര്യയോട് കാണിച്ചത് ക്രൂരതയാണ്. കൊച്ചിന് ചെലവിനായിട്ട് മാസം 25,000 രൂപ കൊടുക്കണം, പ്ലസ് 5 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഈ ഭാര്യയ്ക്ക് കൊടുക്കണം. ഇതാണ് 2 കോടതികൾ വിധിച്ചത്. ഇയാൾ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നിട്ട് ഇയാളുടെ സ്ഥിരം വാദം തന്നെ, ഇങ്ങനെ ഞാനും 3 തവണ നോട്ടീസ് അയച്ചതാണ്, ഇവൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ച് എനിക്കെതിരെ കേസ് കൊടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഒരുപാട് എന്നെ ഹരാസ് ചെയ്യുന്നു, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഇവൾക്ക് 10 പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറില്ല, കൊച്ചിന് ചിലവിൽ കൊടുത്തോളാം, അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കും, പക്ഷേ നഷ്ടപരിഹാരമായിട്ട് 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അന്യായമാണ്, ഞാനത് കൊടുക്കില്ല. ഇതാണ് ഈ മനുഷ്യൻ്റെ വാദം. അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി, പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി, പിന്നെ ഹൈക്കോടതിയിൽ വന്ന ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് നിങ്ങളോട് പറയാൻ കാര്യം, ഈ ശരിയാ കൗൺസിൽ, ശരിയാ കോടതി എന്നൊക്കെ പറയുന്ന തട്ടിപ്പ്, ഇതൊന്നും തന്നെ കോടതികൾ സമ്മതിക്കുന്നതല്ല. മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ മധുരൈ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻ്റാണിത്. ഈ ഒക്ടോബർ 25-ന് ഇറങ്ങിയ ജഡ്ജ്മെൻറ്റ് ബൈ ജസ്റ്റിസ് GR സ്വാമിനാഥൻ, സിംഗിൾ ബെഞ്ചാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പരിശോധിക്കുന്നു. എന്നിട്ട് കോടതി പറയുന്നു, ഇഫ് എ ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, ജൂ ഹസ്ബൻഡ് contracts second marriage during the subsistence of the first marriage, it would constitute cruelty besides being an offense of bigamy.
ഒരു വിവാഹം നിലവിലുള്ളപ്പോൾ മറ്റൊരു വിവാഹം ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൂതനോ നടത്തിയാൽ അത് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കുന്ന സ്ത്രീയോട് ചെയ്യുന്ന ക്രൂവൽറ്റിയാണ്. അത് കൂടാതെ ബിഗാമി എന്ന കുറ്റവുമാണ്. ഇറ്റ് വുഡ് ഒബ്വിയസ്ലി ബി കൺസിഡേർഡ് ആൻ ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തല്ലുകയോ കാലുകൊണ്ട് ചവിട്ടുകയോ വേണ്ട. നിങ്ങൾ മറ്റൊരു സ്ത്രീയെ ഈ സ്ത്രീ ഇരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഡൊമസ്റ്റിക് വയലൻസ്. എൻറ്റൈറ്റിലിംഗ് ദ വൈഫ് ടു ക്ലെയിം കോമ്പൻസേഷൻ. ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. വിൽ ദിസ് പ്രൊപ്പോസിഷൻ അപ്ലൈ ഇൻ ദ കേസ് ഓഫ് മുസ്ലിംസ്? കോടതി സ്വയം ചോദിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് ഇതുപോലെ ആണോ? ദ ആൻസർ ഈസ് യെസ്. കോടതി പറയുന്നു ആണ്, മുസ്ലിങ്ങൾക്കും ഇതുപോലെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 4 കല്യാണം കഴിക്കുന്നു, 4 കല്യാണം കഴിക്കാം. നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യയെ ലെജിറ്റിമേറ്റ് ആയിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത കല്യാണം കഴിക്കും. ഇത് കോടതിയുടെ വിധിയാണ്. ബട്ട് നമ്മൾ പോപ്പുലർലി വിചാരിച്ചിരിക്കുന്നത് എന്താ? 4 പേരെ അങ്ങോട്ട് കല്യാണം കഴിക്കും. അല്ല, ഇഫ് ദി പാർട്ടീസ് വെയർ മുസ്ലിം, ദി റൂൾ ഓഫ് ലോ ഷാൾ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ. നമ്മുടെ ഭരണഘടനയിലെ ഈ റൂള് പ്രകാരമാണ് ഇപ്പോഴും മുസ്ലിം പുരുഷനെ അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുന്നത്. എന്നാ കഴിക്കാം, പക്ഷേ ആദ്യത്തെ ഭാര്യ ഉടക്കി കഴിഞ്ഞാൽ പ്രയാസമാണ്. ആദ്യത്തെ ഭാര്യ ഉടക്കി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ആദ്യത്തെ ഭാര്യ ഉടക്കാറില്ല, ജീവനില്ല, അവർക്ക് ഭീതിയുടെ അന്തരീക്ഷമാണ്. ഈ തലക്കെട്ടും താടിയൊക്കെ വെച്ച് ആശാന്മാരെ കൂടെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാ കൗൺസിൽ കോടതിയുടെ തീരുമാനം ഇജ്ജിങ്ങോട്ട് മാറി നിൽക്കുക, ജാഗത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞാൽ ഭയന്നു പോകും. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ വേറൊരു സ്ത്രീ കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. ഇന്നത്തെ കാലത്ത്, നേരത്തെ വിചാരിക്കില്ല. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളല്ല, പണ്ട് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുരുഷന്റെ അടിമയായി അവർ പറയുന്നത് കേട്ട് പോകാൻ മാത്രം വിധിക്കപ്പെട്ട സ്ത്രീകളായിരുന്നു. അവർ മക്കൾക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, അവരുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി, മാനാഭിമാനത്തിന് വേണ്ടിയൊക്കെ അവരത്തരം ത്യാഗങ്ങളൊക്കെ സഹിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരാൾക്കും എന്ത് തൊഴിലും ചെയ്ത് മാന്യമായി ജീവിക്കാൻ പറ്റുന്ന പരിതസ്ഥിതി ഉള്ള സ്ഥിതിക്ക് ആരും അംഗീകരിക്കില്ല. വളരെ വളരെ കുറവായിരുന്നു, അപവാദമായിരുന്നു കണ്ടത്. അത് തന്നെ ഒരു ചിന്ന വീട് പോലെ ഇങ്ങനെ കൊണ്ടത് ഔദ്യോഗികമായിട്ട് ഭാര്യ അങ്ങനെയല്ല. ബട്ട് ഹിന്ദുക്കളുടെ ഇടയ്ക്ക് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് കോമൺ ആയിരുന്നു. 2 കല്യാണം 3 കല്യാണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ കഴിക്കും. ഇത് മറ്റേ ഭാര്യയുടെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഒന്നുമല്ല, എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുക, അവൾ പ്രസവിച്ചില്ല, മറ്റേ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ കഴിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഹിന്ദുക്കൾക്ക് നിയമം വന്നു കഴിഞ്ഞപ്പോൾ ആ നിയമം ഹിന്ദു, സിഖ്, ബൗദ്ധ, ജൈന ഇവർക്കെല്ലാവർക്കും ആ നിയമം ബാധകമായി. ഏകപത്നി വ്രതം എന്ന് പറയുന്ന സ്വഭാവം അത് നിയമമായിട്ട് മാറി. ഏകപത്നി വ്രതം ബേസിക്കലി ഒരു ഫോറിൻ ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്, ഹിന്ദു കൺസെപ്റ്റ് അല്ല. പലരും അതും ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. ഒരു ഹിന്ദു സംസ്കാരത്തിൽ ഒരു പുരുഷന് പല സ്ത്രീകളാകാമെന്നും ഒരു സ്ത്രീക്ക് പല പുരുഷനാകാമെന്നും അതിൻ്റെ ഉദാഹരണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെതായ ന്യായമുണ്ട്, ഭംഗിയുണ്ട്, ചീത്തയും നല്ലതും ഒക്കെ ഉണ്ട്. ബട്ട് പിന്നെ പോകെ ഹിന്ദുക്കളും ഏകപത്നി വ്രതക്കാരായിട്ട് മാറി. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. അവനവൻ്റെ ഉള്ളിൽ വന്ന റിഫോംസ് കൊണ്ടുമെല്ലാം പതുക്കെ ഏകപത്നി വ്രതക്കാരായിട്ട് മാറി. അപ്പോൾ നിയമമായിട്ടും അത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാതെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇസ്ലാം മാത്രം മാറി. അതാണ് ഈ ഏകീകൃത സിവിൽ കോഡൊക്കെ വരുമ്പോഴുള്ള വഴക്ക്. മുസ്ലിങ്ങളിലെ ആരും ഓടിപ്പോയി 4 കല്യാണം കഴിക്കുന്നില്ല. ഒരു കല്യാണം കൊണ്ട് തന്നെ വിഷമിക്കുന്ന പല മുസ്ലിങ്ങളെ അവര് 4 കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നു. അവര് മുത്തലാഖ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഭാര്യമാരെ ഒഴിവാക്കി അവർക്ക് ജീവനാംശം കൊടുക്കാതിരിക്കുന്നവരല്ല എന്ന് പറയുന്നു. പിന്നെ ഏക സിവിൽ കോഡ് വരുന്ന നിങ്ങൾക്ക് പ്രശ്നം. ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു ബില്ലാണല്ലോ ഏക സിവിൽ കോഡ്. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ഏക സിവിൽ കോഡ് പിന്നെ വരട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? എനിക്ക് നേരിട്ടറിയാം. എൻ്റെ പൊന്നു ചേട്ടാ, ഒരെണ്ണം കൊണ്ട് തന്നെ ഞാൻ വിഷമിച്ചു. ഇനി 4 എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ തമാശയ്ക്കാണ് കേട്ടോ. ബട്ട് ജനറലി നമ്മൾ 4 കല്യാണം കഴിക്കാൻ മുസ്ലിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും കഴിക്കുന്നില്ല. അപൂർവം പേരേ ഉള്ളൂ. പഴയ തലമുറയിലുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും 4 പെണ്ണുങ്ങളൊക്കെ ഉള്ള മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ആൾക്കാർ എഡ്യൂക്കേറ്റഡായി ഒരു ഫാമിലി എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നു. ബട്ട് സ്റ്റിൽ ആ അവകാശം അവർക്ക് വേണം. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നിർത്തലാക്കാൻ അവർ തയ്യാറല്ല. കാരണം ഒരു അത്യാവശ്യം വന്നാൽ ഒരു പെണ്ണിനെ കൂടെ എനിക്ക് കെട്ടണം. ആ അവകാശം അവിടെ നിൽക്കട്ടെ. കെട്ടണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പക്ഷെ അവകാശം കളയാൻ പാടില്ല. ഈ ഒരു മനോഭാവം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് വളരെ മാന്യന്മാരായ മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ പോലും അവർ പറയും, ഞങ്ങൾ ഈ ജീവിതത്തിൽ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന പോട്ടെ സങ്കല്പിക്കാൻ പോലും പോകുന്നില്ല. ഐ എം ഹാപ്പി വിത്ത് മൈ വൈഫ്, ബട്ട് മൈ റൈറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. പിന്നെ ഇത് റൈറ്റ്, ബട്ട് എനിക്ക് റൈറ്റ് വേണം. 4 പേരെ കല്യാണം കഴിക്കേണ്ട ഓപ്ഷൻ. ബട്ട് കോടതി പറയുന്നത് നിങ്ങൾ കഴിച്ചോ, ആദ്യത്തെ ഭാര്യ ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് ക്രൂവൽറ്റിയാണ്, ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. Once it is concluded that marrying another woman during the subsistence of the first marriage would constitute cruelty, the corollary is that the first wife is entitled to claim damages and compensation. ഒരു വിവാഹം നിലനിൽക്കെ വേറൊരു വിവാഹം നിങ്ങൾ കഴിക്കുന്നത് ക്രൂവൽറ്റി ആണെങ്കിൽ
തീർച്ചയായിട്ടും ആ ക്രൂവൽറ്റിക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. വേണ്ടേ? കൊടുക്കണം. ഇപ്പോൾ ക്രൂവൽറ്റിയാണ് എന്ന് പ്രിൻസിപ്പിൾ കോടതി സമ്മതിക്കുന്നു. ആ ക്രൂവൽറ്റിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണെന്ന് കോടതി പറയുന്നു. അതിന് ധാരാളം ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളെല്ലാം അതിൽ പ്രധാനമുണ്ടല്ലോ. നമ്മളെ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വി ഖാലിദ് 70കളിൽ ജഡ്ജായിരുന്ന ജസ്റ്റിസ് വി ഖാലിദ്, അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹം ഒരു ഒന്നാന്തരം ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് പുറപ്പെടുവിച്ച ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം മുമ്പ് ഹൈക്കോടതി മാഗസിനിൽ എഴുതിയിരുന്നു, മുസ്ലിം സ്ത്രീകളോട് ഈ രാക്ഷസീയത കാണിക്കുന്ന നിയമം ഇനിയും എടുത്തെറിയാനായിട്ടില്ലേ എന്ന് മുത്തലാഖ് വിഷയത്തെ പ്രതികരിച്ചിട്ട്. കാരണം അദ്ദേഹം ആ കസേരയിലിരുന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണുനീരും അനാഥത്വവും കണ്ട മനുഷ്യനാണ്. ജസ്റ്റിസ് ഖാലിദ് എഴുതുന്നു, കണ്ണൂർക്കാരനാണ്, കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചത്. ഐ ഫീൽ ഇറ്റ് മൈ ഡ്യൂട്ടി ടു അലർട്ട് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടുവേഴ്സ് എ പെയിൻഫുൾ ആസ്പെക്ട് that this case reveals. A division bench of this court, the highest court of the state, has clearly indicated the extent of the unbridled power of a Muslim husband to divorce his wife. Unbridled power, unrestricted ആയിട്ടുള്ള അധികാരം മുസ്ലിം പുരുഷനുണ്ട് എന്നുള്ള ധാരണ അത് ശരിയല്ല, അങ്ങനെയില്ല. എന്നിട്ട് ഖാലിദ് പറയുന്നു, ഇത് കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു ഫുൾ ബെഞ്ച് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിതെടുത്ത് പറയുന്നു, ഇതൊരു പെയിൻഫുൾ ആസ്പെക്റ്റാണ് ഇസ്ലാമിക് ലോയുടെ. പറഞ്ഞിട്ടത് കാര്യം, ഇപ്പോൾ ഖാലിദിൻ്റെ കാലമൊക്കെ പോയി. ഇപ്പോൾ മറ്റു പല ജഡ്ജിമാർ അരങ്ങ് വാഴുന്നു സുപ്രീം കോടതിയിൽ. അവർക്ക് ശരിയാ നിയമത്തിൽ തൊടാൻ പേടിയാണ്. അത് കൂടുതൽ സ്ട്രിഞ്ചൻ്റ് ആയി വരികയാണ്. ഒരു വശത്തുകൂടെ കുറേ അധികം ഹൈക്കോടതികൾ ഇത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതി നിർഭാഗ്യമെന്ന് പറയട്ടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിന് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടിയിലാണ്. അത് സ്ത്രീകളുടെ അവകാശമായിക്കോട്ടെ, സ്വത്തവകാശമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. ഏതായാലും കോടതി പറയുന്നു, ലെറ്റ് മീ കം ടു ദ കേസ് ഫാക്ട്സ്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് it was the complainant who alone stepped into the witness box and deposed at length about her wounds and as to how she suffered at the hands of the husband. ഇതിൽ വിറ്റ്നസ് ബോക്സിൽ കയറി മൊഴി പറയാൻ തയ്യാറായത് ഭാര്യ മാത്രമാണ്. ഭർത്താവ് അക്ഷരം മിണ്ടിയില്ല. ഭാര്യ എക്സാമിൻ ചെയ്യാൻ പറയും, വിസ്തരിക്കാനായിട്ട് ഭാര്യ നിന്നു. ഭാര്യ അവരുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ പറഞ്ഞു, എത്ര സഫർ ചെയ്തു പറഞ്ഞു. ഷീ ഈവൻ അലീവ് ദാറ്റ് ദ റിവിഷൻ പെറ്റീഷണർ സബ്ജക്റ്റഡ് ഹർ ടു അൺനാച്ചുറൽ സെക്സ്. ഇത് ഞാൻ തർജ്ജമ ചെയ്യുന്നില്ല. ഷീ ഹാഡ് എലാബറേറ്റഡ് ഓൺ അതർ ഫാക്ച്വൽ ആസ്പെക്ട്സ് ഓഫ് ക്രൂവൽറ്റി. ഇത്രയധികം ആ സ്ത്രീയെ ദ്രോഹിച്ചു എന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ 20 തെളിവുകൾ, എക്സിബിറ്റ്സ്, ഡോക്യുമെന്റ്സ് ഇതൊക്കെ ഹാജരാക്കി ആ സാക്ഷിക്കൂട്ടിൽ നിന്ന് ഈ സ്ത്രീ പറഞ്ഞു. ബട്ട് ഈവൻ ദോ സീരിയസ് അലിഗേഷൻസ് വെയർ മെയ്ഡ് അഗൈൻസ്റ്റ് ഹിം, ദ ഹസ്ബൻഡ് ഡിഡ് നോട്ട് ബോദർ ടു എക്സാമിൻ ഹിംസെൽഫ് ആസ് എ വിറ്റ്നസ്. നോ എവിഡൻസ് വാസ് അഡ്യൂസ്ഡ് ഓൺ ഹിസ് സൈഡ്. ഹസ്ബൻഡ് എക്സാമിൻ ചെയ്യാനും തയ്യാറല്ല, എവിഡൻസ് കൊടുക്കാനും തയ്യാറല്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്തത്, എനിക്കിത് അധികാരമുണ്ട്, ഞാൻ മുസ്ലിമാണ്, എനിക്ക് വേറൊരു കല്യാണം കഴിക്കാം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ന്യായം എന്താണെന്നറിയാമോ? ഇദ്ദേഹം കത്തയച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയില്ലെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇദ്ദേഹം ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ ഈ നിയമത്തിനകത്ത് പിടിച്ചൊതുക്കുന്ന രാക്ഷസീയമായ ശരീഅത്ത് നിയമത്തിനെതിരെ ഇന്നും ഇന്നലെയുമല്ല, എല്ലാ കാലത്തും തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ശക്തരായതുകൊണ്ടും അവരുടെ പ്രതിഷേധം ഒരു പ്രത്യേക രൂപത്തിൽ രാജ്യത്തിൻ്റെ സമാധാനം കാർന്നു തിന്നുന്നതായതുകൊണ്ടും സർവോപരി അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വയ്ക്കുന്ന ആളുകൾ അധികാര കസേരയിൽ ഇരിക്കുന്ന കാലഘട്ടമായതുകൊണ്ടും ഇത്തരം രാക്ഷസീയമായ നിയമങ്ങൾക്കൊന്നും എതിരെ നിൽക്കാൻ ഒരു സർക്കാരിനും ഒരു കോടതിക്കും സാധിക്കാതെ പോയി. ഇനിയും ആ സാഹചര്യം വരാൻ പാടില്ല എന്ന് ഇപ്പോഴിരിക്കുന്ന ഭരണാധികാരികളെങ്കിലും ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനി വരുന്ന സ്ത്രീകൾക്ക് ഇതിനേക്കാൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കോടതി കൂട്ടിൽ കയറി നിന്ന് വിശദീകരിച്ച് പറയേണ്ടി വരും. നന്ദി.